ഒരു ബിസിനസ്സിലായാലും ഒരു വിദ്യാലയത്തിലായാലും ഏത് കമ്മ്യൂണിറ്റിയിലായാലും വാക്കുകൾക്ക് വലിയ വാല്യൂമുണ്ട്. എന്ത് പറയുന്നു, അതെങ്ങനെ കേൾക്കുന്നു, എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വാക്ക് പുറത്തേക്ക് വന്നാൽ നമുക്കത് തിരിച്ചെടുക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ റിലേഷൻഷിപ്പ് നേരെ നിൽക്കണം. റിലേഷൻഷിപ്പ് നേരെയാകണമെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ പക്വതയുള്ള വാക്കുകളായിരിക്കണം. അത് കൃത്യതയുള്ള വാക്കുകളായിരിക്കണം. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത, മറ്റുള്ളവരെ ഡാമേജ് ചെയ്യാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ പറയാറുണ്ട്, വേർഡ്സ് എന്ന വാക്കിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു പദമാണ് സോഡ്. വേർഡ്സിൻ്റെ അവസാനത്തെ എസ് തിരിച്ചിട്ടാൽ അത് സോഡായി മാറുന്നു, വാളായി മാറുന്നു. എന്താണ് അർത്ഥം? ചിലരുടെ വാക്കുകൾ വാളായി മുറിച്ചു കൊണ്ടിരിക്കുന്നു, വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഒരു ടീം ലീഡർ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് തൻ്റെ സഹപ്രവർത്തകന്മാർ എങ്ങനെ സംസാരിക്കുന്നു, അവരോട് ലീഡർ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വാക്ക് പുറത്തേക്ക് വന്ന് അതിൻ്റെ പിന്നാലെ ഓടുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ കൾച്ചറിന് എതിരായി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. വാക്കുകളുടെ ഉപയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്, ഏറെ ശ്രദ്ധിക്കേണ്ടതുമാണ്.